DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ കൊച്ചി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ച് ലത്തീൻ സഭ. ലത്തീൻ കത്തോലിക്കരെ മാത്രമേ സ്ഥാനാർത്ഥികളാക്കാവൂവെന്ന് ലത്തീൻ കത്തോലിക്ക സഭ കടുപ്പിച്ച് പറയുന്ന മണ്ഡലങ്ങളിലൊന്ന് കൊച്ചിയാണെന്ന് ഷിയാസിന് തിരിച്ചടിയാകുന്നത്. സഭാ സമുദായ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനാകാത്ത കോൺഗ്രസ് മേയരെ തിരഞ്ഞെടുത്തതുപോലെ ലത്തീൻ സഭയ്ക്ക് വഴങ്ങി സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ടി വന്നാൽ മുഹമ്മദ് ഷിയാസ് ഇത്തവണയും കളത്തിലുണ്ടാവില്ല. നിർണയങ്ങളിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും സമുദായ സമവാക്യങ്ങൾക്കുമപ്പുറം തെരഞ്ഞെടുപ്പുകളിലൊന്നും മറ്റൊരു ഫോർമുലയില്ലാത്ത കോൺഗ്രസിന് വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ ഇത്തവണയും ലത്തീൻ സമുദായത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കണം. ലത്തീൻ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ജീവനാഥത്തിന് ലത്തീൻ കത്തോലിക്ക വക്താവ് ജോസഫ് ജൂഡ് നൽകിയ അഭിമുഖത്തിലാണ് ലത്തീൻ കത്തോലിക്കർ നിർണായക ശക്തിയായതും മത്സരിച്ചു വരുന്നതുമായ മണ്ഡലങ്ങളിൽ ലത്തീൻ വിഭാഗക്കാരെ തന്നെ മത്സരിപ്പിക്കണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നത്. വലിയ ക്ഷീണമില്ലാതെയും ഗ്രൂപ്പ് സമവാക്യങ്ങൾ പരമാവധി പാലിച്ചും എറണാകുളത്ത് എങ്ങനെ സ്ഥാനാർത്ഥി നിർണയം നടത്താമെന്നാലോചിക്കുന്ന കോൺഗ്രസിന് DCC പ്രസിഡന്റിന് ഒരു സീറ്റ് കണ്ടെത്തുന്നതും ഭഗീരഥ പ്രയത്നമാണ്. എറണാകുളത്ത് ഷിയാസിനായി പല മണ്ഡലങ്ങളും പരിഗണിക്കുന്നുണ്ടെങ്കിലും എവിടെ മത്സരിക്കുമെന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. ലത്തീൻ കത്തോലിക്കർ മത്സരിക്കേണ്ട മണ്ഡലങ്ങളിൽ മാറ്റം വരുത്തുന്നത് UDFന് ഗുണകരമാകില്ലെന്ന് മുഖപത്രം പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലൂടെ കത്തോലിക്ക സഭ മുന്നറിയിപ്പ് നൽകുമ്പോൾ അനുനയം മാത്രമാണ് മുന്നിലുള്ള വഴി. ജനം, കൊച്ചി.